വെൽക്കം ടു ATM ആർട്ടിഫിഷ്യൽ നോളജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹൂവിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വിത്ത് 2 ഒബ്ജക്ട്സ്. ഓരോ ഒബ്ജക്റ്റ് വെച്ചുള്ള ഹൂവിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് 2 ഒബ്ജക്ട്സ് ഹൂവിൽ തുടങ്ങുന്നു. ഇതിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പാസീവിലേക്ക് മാറ്റാം, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാധാരണ പറയുന്നതിന് വ്യത്യസ്തമായി ഞാനൊരു കാര്യം പറയാം. ഇംഗ്ലീഷ് പഠിക്കാൻ കുറുക്കു വഴിയുണ്ട്. ഇംഗ്ലീഷ് ഈസിയായി പഠിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ യാതൊരു കുറുക്കു വഴികളുമില്ല. ഒരേ ഒരു കുറുക്കു വഴി ഹാർഡ് വർക്ക്, നിരന്തരമായ ശ്രമം. ഇതാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏക മാർഗം. അപ്പോ ഇന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക്. ഹൂവിൽ തുടങ്ങുന്ന 2 ഒബ്ജക്ട്സ് ഉള്ള ആക്റ്റീവ് വോയിസുകളെ നമ്മൾ പാസീവിലേക്ക് മാറ്റാൻ പോകുന്നു. സിമ്പിൾ പ്രസന്റ് തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഹൂ ടീച്ചസ് യു ഇംഗ്ലീഷ്. ഇതിന് സമാനമായ ഒരു സെന്റൻസ് ആണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത്. അതിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നത് ഹൂ ടീച്ചസ് യു ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ സെന്റൻസ്. എന്നാൽ അത് കൂടാതെ പുതിയൊരു സാധനം കൂടി വന്നിരിക്കുന്നു. മുമ്പ് യു മാത്രമായിരുന്നു ഒബ്ജക്റ്റ്, എന്നാൽ ഇംഗ്ലീഷ് എന്ന ഒരു പുതിയ ഒബ്ജക്റ്റ് കൂടി വന്നിരിക്കുന്നു. നമുക്ക് പാസീവിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ്, പിന്നെ അതിലെ ഒബ്ജക്റ്റുകൾ ഏതാണ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഏതാണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സെന്റൻസിന്റെ ടെൻസ് ഏതാണ്. ടെൻസിനനുസരിച്ചാണ് മാറ്റങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കൈകാര്യം ചെയ്യാൻ പോകുന്ന സെന്റൻസ് ഹൂ ടീച്ചസ്. ടീച്ചേഴ്സ് എന്നുള്ള എസ് ഫോം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. വെർബ് എസ് ഫോമിലാണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസിനെ നമ്മൾ പാസീവിലേക്ക് ആക്കാൻ പോകുന്നു. ഹൂവിൽ തുടങ്ങുന്ന ഈ സെന്റൻസിനെ മാറ്റാൻ നമുക്ക് 4 സ്ട്രക്ചേഴ്സ് ആണുള്ളത്. സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസിനെ 4 രീതിയിൽ നമുക്ക് പാസീവിലേക്ക് മാറ്റാം. എപ്പോഴാണ്? ഹൂവിൽ തുടങ്ങിയാൽ. മറ്റൊരു കാര്യം, എപ്പോഴാണ്? 2 ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ. ആദ്യം നമുക്ക് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഐഡന്റിഫൈ ചെയ്യാം. സബ്ജക്റ്റ് ഹൂ ടീച്ചസ് യു ഇംഗ്ലീഷ്. ആരാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് ആരോ ഒരാളാണ്. ആ ആരോ ഒരാളാണ് സബ്ജക്റ്റ്. അപ്പൊ ആര് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഹൂ ടീച്ചസ് യു വാട്ട്. നിങ്ങളെ ആര് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു? അപ്പൊ ഹൂ ടീച്ചസ് യു വാട്ട്. വാട്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇംഗ്ലീഷ്. അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നമുക്ക് എഴുതാം, ഇത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. നമുക്കതിനെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം അതിനനുസരിച്ചാണ് നമ്മുടെ സ്ട്രക്ചേഴ്സ്. ഹൂ ടീച്ചസ് യു, ഇവിടെ ആരാണ് പഠിപ്പിക്കപ്പെടുന്നത്? അവരാണ് ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റ്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ യു ആണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു. ഒന്ന്, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. പിന്നീട് ഇതിലെ സബ്ജക്റ്റ് ഹൂ ആണ്. ഹൂവിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് യു ആണ്. അപ്പൊ ആദ്യം ഹൂവിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ ബൈ ഹുമ്മിലാണ്. ബൈ ഹുമ്മിന് ശേഷം സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഈസ് ആർ ആം ഹെൽപ്പിംഗ് വേർബ്സ് വരും. നമുക്കറിയാം സിമ്പിൾ പ്രസന്റിലുള്ളതിനെ മാറ്റുമ്പോൾ ഈസ് ആർ ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ആദ്യം ബൈ ഹും, ഈസ് ആർ ആം, അതിനുശേഷം സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആവാം. അപ്പം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആദ്യം സബ്ജക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ സ്ട്രക്ചറിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് സബ്ജക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കി വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈ കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ഇനി ഇത് തന്നെ ഹൂവിലും തുടങ്ങാം. ഹൂ ഈസ് ആർ ആം സബ്ജക്റ്റ് ഏതാണ്? ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് സബ്ജക്റ്റ് ആക്കാം. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു, പിന്നീട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ബൈ. ഹൂവിൽ തുടങ്ങിയാൽ അവസാനിപ്പിക്കേണ്ടത് ബൈയിലാണ്, നമുക്കറിയാം. ഇവിടെ ഹൂ ഈസ് ആർ ആം, പിന്നെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അവസാനം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും, കൂടാതെ ബൈ.
അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എക്സാമ്പിൾസ് നമ്മൾ 2-3 കുറച്ചെണ്ണം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാകണമെങ്കിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, ഇതിനോടൊരു ഇഷ്ടവും കാണിക്കുക. തുടങ്ങാം. ഹു ടീച്ചസ് യു ഇംഗ്ലീഷ്? നമുക്ക് ആദ്യം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരാം. ഈ സ്ട്രക്ചർ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് പിന്തുടരാം. നോക്കാം. ഹു ആയതുകൊണ്ട് ആദ്യം ബൈ ഹുമിൽ തുടങ്ങുന്നു. ബൈ ഹും. ബൈ ഹും കഴിഞ്ഞാൽ പിന്നെ ഈസ് ആർ ആം ആണ്. ഈസ് ആർ ആം എന്നുള്ളത് നമ്മൾ കൊണ്ടുവരാനിരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ്. ആദ്യം കൊണ്ടുവരുന്നത് ഇംഗ്ലീഷ് എന്ന ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആകുന്നു. ഇംഗ്ലീഷ് എന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആർ ആമിൽ ആം വരില്ല, ആറും വരില്ല. ഈസ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബാണ് സിംഗുലറിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ബൈ ഹും ഈസ്. ബൈ ഹും ഈസ്. അടുത്തത് സബ്ജക്റ്റ്. ആരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ്. കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ടീച്ചേഴ്സ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട് ആണ്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ടോട്ട്. അതിനുശേഷം ശ്രദ്ധിക്കണം, നിങ്ങളെ എന്നുള്ളത് ടു കൂട്ടിയാണ് പറയേണ്ടത്. നിങ്ങളെ. ടു ആരെ? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ. ആരാണ് ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്? യു ആണ്. അപ്പൊ ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു യു. നമ്മുടെ ഒന്നാമത്തെ പാസീവ് വോയിസ് ഇതാണ്. ബൈ ഹും ഈസ് ആറാം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇതിനെ സബ്ജക്റ്റ് ആക്കിയിരിക്കുന്നു. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു യു. രണ്ടാമത്തത് ബൈ ഹും ഈസ് ആറാം. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് എങ്ങനെയാവും? ബൈ ഹും. ഇനി നമ്മൾ മുമ്പേ ഇംഗ്ലീഷ് വന്നത് കൊണ്ടാണ് ഈസ് വന്നത്. ഇപ്പൊ നമ്മൾ കൊണ്ടുവരാൻ പോരുന്നത് ആരെയാണ്? ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെയാണ് സബ്ജക്റ്റ് ആക്കാൻ പോകുന്നത്. യു. ബൈ ഹും നമ്മുടെ സബ്ജക്റ്റ് യു ആണ്. അപ്പൊ ആ യു എന്ന സബ്ജക്റ്റിന് മുമ്പിൽ വരേണ്ട ഹെൽപ്പിംഗ് വെർബ് ആരാണ്? ബൈ ഹും ഈസ് ആറാമിൽ. ഇവിടെ യു വരുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് വരേണ്ടത് ആറാണ്. ബൈ ഹും ആർ യു. അപ്പോ ബൈ ഹും ആർ യു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ടോട്ട്. കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആരാണ്? ഇംഗ്ലീഷ്. ബൈ ഹും ആർ യു ടോട്ട് ഇംഗ്ലീഷ്. അപ്പോൾ രണ്ട് സബ്ജക്ട്സ് വെച്ച് നമ്മൾ പാസീവ് വോയിസസ് ഉണ്ടാക്കി. ആദ്യം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഇൻഡയറക്റ്റ് സബ്ജക്റ്റ് ആക്കി, പിന്നീട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ടോട്ട് യു ഓർ ബൈ ഹും ആർ യു ടോട്ട് ഇംഗ്ലീഷ്. നമുക്കിനി ഈ സെന്റൻസിനെ ഹു വെച്ച് ഒരു പാസീവിലേക്ക് മാറ്റാം. ബൈ ഹുമിൽ നമ്മൾ കണ്ടു, ഇനി ഹു വെച്ചിട്ടാണ്. ഹു വെച്ച് തുടങ്ങുമ്പോൾ ഹു ഈസ് ആറാം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ബൈയിലാണ്. അപ്പൊ ഹുവിൽ തുടങ്ങിയാൽ ബൈയിൽ അവസാനിപ്പിക്കണം. കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എഴുതി തന്നെ നോക്കാം. ഹു ടീച്ചേഴ്സ് യു ഇംഗ്ലീഷ്. ഹു. ഇനി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഈസ് ആറാം. ഈസ് ആറാമില് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നു. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ഈസ് ആണ്. ഹു ഈസ് ഇംഗ്ലീഷ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം, ഹു ഈസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആരാണ് എന്നുള്ളൊരു ചോദ്യമാണോ എന്ന് തോന്നുന്നു. അല്ല. ഹു ഈസ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ എന്താണ്? ഹു ഈസ് ഇംഗ്ലീഷ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ട്. ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു ആരെ? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ. ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു യു. നമുക്കറിയാം ഹുവിൽ തുടങ്ങിയാൽ ബൈയിൽ അവസാനിപ്പിക്കുന്നു. ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു യു ബൈ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഇതാണ്. ഹു ഈസ് ഇംഗ്ലീഷ് ടോട്ട് ടു യു ബൈ. ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരിക്കും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ ഹു വന്നു, ഈസ് ആറാം
ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആകാൻ പോകുന്നത്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് യു ആണ്. യു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈസ് അല്ല എഴുതേണ്ടത്, യുവിനൊപ്പം നിൽക്കുന്നത് ആർ ആണ്. ഹു ആർ യു? ഹു ആർ യു? വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ taught. Who are you taught? Direct object English. Who are you taught English? അവസാനം by ആണ്. Who are you taught English by? നമ്മൾ മറ്റൊരു സെന്റൻസ് ചർച്ച ചെയ്യുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. മുമ്പ് നമ്മൾ സിമ്പിൾ പ്രസന്റ് കണ്ടു. ഇനി പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെന്റൻസിനെ, രണ്ട് ഒബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാം? ഹൂവിൽ തുടങ്ങുന്ന. അതിനും 4 തരമാണ്. ബൈ ഹുമിൽ 2 എണ്ണം, ഹൂവിൽ 2 എണ്ണം. നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ്. ഹൂ ഈസ് ടീച്ചിങ് യു ഇംഗ്ലീഷ്? ഈസ് പ്ലസ് ing പ്രസന്റ് കണ്ടിന്യൂസ് ആയി. ഇവിടെ ഹൂ ആണ് നമ്മുടെ സബ്ജക്റ്റ്, യു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ഇംഗ്ലീഷ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇനി ഞാൻ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ DOB എന്ന് ചുരുക്കി എഴുതുന്നു. INOB ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ആദ്യ സ്ട്രക്ചറിൽ ആദ്യത്തെ 2 എണ്ണം ബൈ ഹുമ്മിലാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈസ് ആറാം, അതിനുശേഷം പുതിയ സാധനം വരുന്നു, ബീയിങ് ആണ്. അപ്പോൾ ഇവിടെ ഈസ് ആറാമിന് ശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരുന്നു. ബീയിങ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ 2 പ്ലസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെയും ഹും ബൈ ഹുമ്മിന് ശേഷം ഈസാറാം വരുന്നു, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ബീയിങ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ആദ്യം ഇതിനെ നമുക്ക് ആദ്യത്തെ സ്ട്രക്ചറിലേക്ക് ഒന്ന് മാറ്റാം. ഹു ഈസ് ടീച്ചിങ് യു ഇംഗ്ലീഷ്? ബൈ ഹും. ബൈ ഹും. ഈസാറാം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് അതിന് മുമ്പിൽ നിൽക്കുന്നത് ഈസ് ആണ്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ്. അപ്പോൾ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞു. സബ്ജക്റ്റിന് ശേഷമാണ് ബീങ് എന്നുള്ള വേർഡ് കൊണ്ടുവരുന്നത്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ബീങ് കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ taught. 2 ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ യു ആണ്. ബൈ ഹും ഈസ് ഇംഗ്ലീഷ് ബീങ് taught to you. ഒന്നാമത്തെ പാസീവ് വോയിസ്. ഇനി രണ്ടാമത്തെ പാസീവ് വോയിസ് ബൈ ഹും. ബൈ ഹും ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരുന്നു. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യുനെ നമ്മൾ സബ്ജക്റ്റ് ആക്കുന്നു. യു സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഇവിടെ വരുന്നത് ആറാണ്. ബൈ ഹും ആർ യു? ബൈ whom are you being past participle being taught? What? English. By whom are you being taught English? Indirect object ശേഷം, ബീയിങ്ങിന് ശേഷം, തോട്ടിന് ശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത്. നമുക്കിനി സെയിം സെന്റൻസ് ഹൂവിൽ തുടങ്ങി നോക്കാം. നമുക്കറിയാം ഹൂവിൽ തുടങ്ങുമ്പോൾ അവസാനിപ്പിക്കേണ്ടത് ബൈയിലാണ്. അതിനിടയിലുള്ള കാര്യങ്ങൾ ഈസ് ആറാം ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ബീയിങ് ഉണ്ട്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ 2 ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ വേർഡാണ് ബീയിങ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് സെന്റൻസ്. ഹൂവിൽ തുടങ്ങിയാൽ ഹൂ. ഇനി നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട അത് നമ്മുടെ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെക്കുന്നു ഈസ്. ഹൂ ഈസ് ഇംഗ്ലീഷ്? ഞാൻ മുമ്പ് പറഞ്ഞ ഹൂ ഈസ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആരാണ് ഇംഗ്ലീഷ് എന്നുള്ളതല്ല മീനിങ്, ഇംഗ്ലീഷ് ആരാൽ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഇതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോഴാണ് ആകുന്നത്. ഓക്കെ, ഹൂ ഈസ് ഇംഗ്ലീഷ്? ഹൂ ഈസ് ഇംഗ്ലീഷ് ബീയിങ്? എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ 2 ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹൂ ഈസ് ഇംഗ്ലീഷ് ബീയിങ് taught to you by? Who is English being taught to you by? ഇനി ഇതിന്റെ രണ്ടാമത്തെ പാസീവ് വോയിസ് ഹൂ
ഇനി വരുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യു ആണ്. അപ്പോൾ യു സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഹു ആണ്. യു, ഹു ആർ യു ബീങ് ടോട്ട്? ഹു ആർ യു ബീങ്? TAUGHT. ഇതിവിടെ ഞാൻ ടോട്ട് എന്ന് എഴുതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാണ്. അതിന്റെ അർത്ഥം ശരിക്കും V3 ആണ്. ഹു ആർ യു ബീങ് taught what? English. Who are you being taught English by? അപ്പോ പ്രസന്റ് കണ്ടിന്യൂസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ വരുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ഇങ്ങനെയാണ്. ആദ്യം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ച്, പിന്നെ രണ്ടാമത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനിയുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. ഹു ഹാസ് ടോട്ട് യു ഇംഗ്ലീഷ്? പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസിനെ, ഹൂവിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ പാസീവിലേക്ക് മാറ്റുന്നത് ദാ ഇങ്ങനെയാണ്. ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നാൽ പാസീവ് വോയിസിൽ ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ബീനിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നു. അത് ചോദ്യമായതുകൊണ്ട് പല സ്ഥലത്തിലായിരിക്കും ഇവയുടെ സ്ഥാനം. നമുക്ക് നോക്കാം. ആദ്യം ബൈ ഹും. ബൈ ഹും ഹാവ് ഓർ ഹാസ് സബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിയത്. ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ സബ്ജക്റ്റ്, ബൈ ഹും ഹാവ് ഓർ ഹാസ് സബ്ജക്റ്റ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ബീൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അടുത്തത് ഹൂവിൽ തുടങ്ങുന്നു. ഹൂവിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് ആദ്യം ഇത് പരിചയപ്പെടാം. ബൈ ഹും, ബൈ ഹും ഹാവ് ഓർ ഹാസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് ആയ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന ബൈ ഹും ഹാവ് ഓർ ഹാസ്. ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നു ഹാസ്. ബൈ ഹും ഹാസ് ഇംഗ്ലീഷ് by whom has English been past participle? Been എന്താണ്? Taught. By whom has English been taught? Are to you. By whom has English been taught to you? Has വന്നത് സിംഗുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് വന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ സബ്ജക്റ്റ് ആക്കിയാൽ എങ്ങനെയായിരിക്കാം നോക്കാം. By whom you സബ്ജക്റ്റ് ആയാൽ അതിനു മുമ്പ് നിൽക്കുന്നത് ഹാസ് അല്ല, ഹാവ് ആണ്. By whom have you? By whom have you been taught? ഇനി ഡയറക്റ്റ് ഒബ്ജക്റ്റ്. By whom have you been taught what? Direct object English. By whom have you been taught English? Who will തുടങ്ങുമ്പോൾ who, have or has direct object English ആയതുകൊണ്ട് who has English. Who has English been taught? English been taught. Who has English been taught? Are to you. Who has English been taught to you? അവസാനിപ്പിക്കേണ്ടത് by. ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം. ഹൂ ഇനി ഹാവ് അല്ല വെക്കേണ്ടത്, കാരണം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യു വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഹാവ് ആണ്. ഹൂ ഹാവ് യു ബീൻ taught? Who have you been taught? എന്ത്? ഇംഗ്ലീഷ് by. Who have you been taught English by? Who has English been taught to you by? ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഹൂവിൽ തുടങ്ങുന്ന ഒരു ഇൻട്രോഗേറ്റീവിനെ
രണ്ട് ഒബ്ജക്റ്റുള്ള ഒരു ഇന്ററോഗേറ്റീവിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാം? സിമ്പിൾ പാസ്റ്റിനെ മാറ്റുമ്പോൾ സബ്ജക്റ്റിന് ശേഷം വാസ് ഓർ വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവയുടെ സ്ഥാനം മാറും. എന്താണെങ്കിലും വാസ് ഓർ വേർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവണം സിമ്പിൾ പാസ്റ്റിനെ മാറ്റുമ്പോൾ. അവിടെ ഞാനൊരു സെന്റൻസ് എഴുതിയിരിക്കുന്നു. ഹു ടോട്ട് യു ഇംഗ്ലീഷ്? ഇവിടെ ടോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിനെ 4 രീതിയിൽ മാറ്റുന്നു. ഇങ്ങനെയാണ് സ്ട്രക്ചർ. വാസ് ഓർ വേർ, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. അതിനിടയിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും സബ്ജക്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് പഠിച്ച സ്ട്രക്ചറിന്റെ അതേ മോഡലാണിത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹു ടോട്ട് യു ഇംഗ്ലീഷ്? ആദ്യം ബൈ ഹുമിൽ തുടങ്ങുന്നു. ബൈ ഹും. ബൈ ഹും വാസ് ഓർ വേർ? സബ്ജക്റ്റ് ഡയറക്റ്റ് ആണ്. നമ്മുടെ ഡയറക്റ്റ് സബ്ജക്റ്റ് ആരാണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആരാണ്? നമ്മുടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ബൈ ഹും ഇംഗ്ലീഷ് ആണ് വരുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പിൽ വരേണ്ടത് വാസ് ഓർ വേറിലെ വാസ് ആണ്. കാരണം വാസ് സിംഗുലറിന്റെ കൂടെ നിൽക്കുന്നതാണ്, വേർ പ്ലൂറലിന്റെ കൂടെയാണ്. ബൈ ഹും വാസ് ഇംഗ്ലീഷ്? ബൈ ഹും വാസ് ഇംഗ്ലീഷ് taught? ടു ആരെ? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ. ആരാണ്? യു. ബൈ ഹും വാസ് ഇംഗ്ലീഷ് taught to you? രണ്ടാമത്തത് ബൈ ഹും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള യുവിനെ നമ്മൾ കൊണ്ടുവന്നാൽ ബൈ ഹും, ഹുമിന് മുമ്പിൽ യു, യുവിന് മുമ്പിൽ വേർ ആണ്. ബൈ ഹും വേർ യു? ബൈ ഹും വേർ യു taught? ബൈ ഹും വേർ യു taught in the English? By whom were you taught English? By whom was English taught to you? ഇനി ഈ സെന്റൻസിനെ ഹൂവിൽ വെച്ചിട്ട് എങ്ങനെയാണ് തുടങ്ങാം നോക്കാം. ഹൂ വാസ് ഓർ വേർ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഹൂ ഇംഗ്ലീഷ് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഹൂ വാസ് ഇംഗ്ലീഷ്, ഹൂ വാസ് ഇംഗ്ലീഷ് taught to you? Who was English taught to you? അല്ലെങ്കിൽ who were you taught English? Who was English taught to you? നമ്മളൊരു കാര്യം വിട്ടുപോയി. by. Who were you taught English by? Who were you taught English by? അപ്പോൾ ഹൂവിൽ തുടങ്ങുന്ന രണ്ടിന്റെയും അവസാനം ബൈ ഉണ്ടാവണം. ബൈയിൽ അവസാനിപ്പിച്ചിരിക്കണം. Who was English taught to you by? Who were you taught English by? ഈ was and wereന്റെ ഉപയോഗം നമ്മുടെ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ നാവിൽ വരുന്നതാണ്. ഇനിയുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെന്റൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ വാസ് ഓർ വേർ പ്ലസ് ing ഉണ്ടാവും. പാസ്റ്റ് കണ്ടിന്യൂസിനെ മാറ്റുമ്പോൾ വാസ് ഓർ വേറിന്റെ കൂടെ ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്നാൽ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഇവയുടെ സ്ഥാനം വ്യത്യസ്തമായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും. ഹൂവിലാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഈ സെന്റൻസ് നമ്മളോട് പറയുന്നു. ഹൂ വാസ് ടീച്ചിങ് യു ഇംഗ്ലീഷ്? നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ആദ്യം ഈ സ്ട്രക്ചറിലേക്ക് വന്നിട്ടാ ബൈ ഹൂം വാസ് ഓർ വേർ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ബീയിങ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബീയിങ് നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസിനെ മാറ്റുമ്പോൾ വരുന്നതാണ് ബീയിങ്. നമുക്ക് നോക്കാം. ബൈ ഹും, ബൈ ഹും ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നു. ആരാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്? ഇംഗ്ലീഷ് ആണ്. അത് വന്നാൽ
By whom was English? By whom was English being taught? English being taught to you. By whom was English being taught to you? അല്ലെങ്കിൽ by whom were you being, by whom were you being taught English? By whom were you being taught English? ഇതിനെ ഇനി ഹു വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി നോക്കാം. Who was or where? Who was English? Who was English being taught to you? Who was English being taught to you? English being taught to you by. Who was English being taught to you by? അല്ലെങ്കിൽ who were you being taught? Who were you being taught in the English by? English by. Who had taught you English? Had plus past participle വന്നാൽ നമുക്കറിയാം അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലുള്ള ഒരു സെന്റൻസ് ആണിത്. ഹൂവിൽ തുടങ്ങിയിരിക്കുന്നു. രണ്ട് ഒബ്ജക്ട്സും ഉണ്ട്. ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. എങ്ങനെയാണ് മാറ്റേണ്ടത്? ഇതാണ് സ്ട്രക്ചേഴ്സ്. ഹാഡ് പ്ലസ് ബീൻ, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമുക്ക് ഒന്ന് മാറ്റി നോക്കാം. ആദ്യം ബൈ ഹുമിൽ തുടങ്ങുന്നു. ബൈ ഹും ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ണുവടച്ചെഴുതുന്നു. ഏത് ഒബ്ജക്റ്റ് വന്നാലും ഏത് സബ്ജക്റ്റ് വന്നാലും ഒരേ ഒരു ഹെൽപ്പിംഗ് വേർബ് ഹാഡ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാവ് ഓർ ഹാസ്, സിംഗുലർ ആണെങ്കിൽ ഹാസ് വരേണ്ടി വരും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ആണ് വരേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആര് വന്നാലും ഹാഡ്. ബൈ ഹും ഹാഡ് ഇംഗ്ലീഷ്, by whom had English been taught to you? By whom had English been taught to you? By whom had English been taught to you? അടുത്തത് by whom had indirect object ഉള്ള you വരുന്നു. By whom had you been taught English? By whom had you been taught English? ഇതിന്റെ രണ്ടാമത്തെ പാസീവ് വോയിസ്. ഇനി ഹു വെച്ചിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. Who had English? Who had English been taught? Who had English been taught to you by? Who had English been taught to you by? അല്ലെങ്കിൽ who had you been taught? Who had you been taught what? English by. Who had English been taught to you by, or who had you been taught English by? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏഴാമത്തെ സെന്റൻസ് ആണ്. ഏഴാമത്തെ ടെൻസ്. ഫ്യൂച്ചർ സിമ്പിൾ ഓർ സിമ്പിൾ ഫ്യൂച്ചർ. Who will teach you English? Will plus ബേസ് ഫോം ഓഫ് ദ വെർബ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഹൂവിൽ തുടങ്ങിയിരിക്കുന്നു. രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. 4 സ്ട്രക്ചേഴ്സ് ഇങ്ങനെയാണ്. സിമ്പിൾ ഫ്യൂച്ചറിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഷാൽ ഓർ വിൽ പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരേണ്ടത്. ഷാൽ, വിൽ, പിന്നെ ബി
പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അവയുടെ സ്ഥാനം ഇവിടെ പലയിടത്തുമുണ്ട്. സ്ട്രക്ചർ നമുക്കൊന്ന് പഠിച്ചു പോകാം, അല്ലെങ്കിൽ ഒന്ന് നോക്കി പോകാം. ഇതാണ് ആദ്യത്തെ സ്ട്രക്ചർ. Who will teach you English? ഒന്നാമത്തത് ബൈ ഹുമിൽ തുടങ്ങുന്നു. ബൈ ഹും. ഷാൽ ഓർ വിൽ. നമുക്ക് വിൽ ഉണ്ട്, അവനെ തന്നെ നമുക്ക് വെച്ചേക്കാം. ബൈ ഹും വിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്. ബൈ ഹും വിൽ ഇംഗ്ലീഷ്. ബൈ ഹും വിൽ ഇംഗ്ലീഷ് ബി ടോട്ട്. ബി ടോട്ട്. ഇനി എന്താണ്? ടു യു. By whom will English be taught to you? രണ്ടാമത്തത് by whom will you be taught? By whom will you be taught in the direct object? ആരാണത്? English. By whom will you be taught English? Who will തുടങ്ങിയാൽ who will English. Who will English be taught? Who will English be taught? ആരെയാണ്? To you. To you. To you. Who will തുടങ്ങിയാൽ byയിൽ അവസാനിപ്പിക്കുന്നു. Who will English be taught to you? By അല്ലെങ്കിൽ who will indirect object ആയിട്ടുള്ള you വരുന്നു. Who will you be taught? Who will you be taught? What? Direct object ആയിട്ടുള്ള English by. നോക്കുക, നാലെണ്ണവും നല്ലതുപോലെ കഷ്ടപ്പെട്ട് ഇത് പഠിക്കുക. നമ്മുടെ അവസാനത്തെ സെന്റൻസ് ആണ്, അവസാനത്തെ ടെൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെന്റൻസിനെ മാറ്റാനുള്ള സ്ട്രക്ചേഴ്സ് ആണിത്. ഫ്യൂച്ചർ പെർഫെക്റ്റിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഹാവ് ഓർ ഹാസ് പ്ലസ് ആരുടെ കൂടെ? ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. BWN ബീൻ. ഷാൽ ഹാവ് ബീൻ ഓർ വിൽ ഹാവ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നോക്കാം. Who will have taught you English? Who will have taught you English? Indirect object, direct object. നമ്മുടെ സ്ട്രക്ചർ by whom. By whom will. will ഉള്ളത് കൊണ്ട് will തന്നെ. By whom will. അടുത്തത് എന്താണ്? By whom will direct object English. By whom will English. By whom will English have been taught? English have been taught. Are to indirect object. To you. By whom will English have been taught to you? അടുത്തത് by whom will. അടുത്തത് you ആണ്. You. By whom will you have been taught English? By whom will you have been taught English? By whom will you have been taught English? ഇനി who will തുടങ്ങിയാൽ who will English have been taught to you? Who will English have been taught? Who will English have been taught to you? By. Who will English have been taught to you by? അവസാനമായി who will. ഇനി നമ്മുടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് യുവിനെ പ്രതിഷ്ഠിക്കുന്നു. Who will you
have been taught. Who will have been taught what? English. By. അപ്പോൾ 4 സെന്റൻസുകൾ. By whom will English have been taught to you? By whom will you have been taught English? Who will English have been taught to you by? Who will you have been taught English by? പറഞ്ഞ് നാവിൽ കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് ഹൂവിൽ തുടങ്ങുന്ന 2 ഒബ്ജക്ട്സ് ഉള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസസിനെ 4 തരം പാസീവിലേക്ക് മാറ്റി നമ്മൾ പഠിച്ചു. വീണ്ടും ഇത് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ ഇതിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ ഈ സംഗതി വളരെ ഈസിയാണ്. പുതിയ വീഡിയോയുമായി ഞാൻ വരും. കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.